ഇപ്പതാ മന്തി നേരത്തെ ഇട്ട മസാല കിടന്നിട്ട് ചിക്കൻ നല്ല വെന്തത്. ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ബ്ലഡ് ലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ബ്ലെൻഡ് എല്ലാവർക്കും ഇത് മുമ്പ് ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ നിശ്ചയൊന്നുമില്ലാതെ ഞങ്ങൾ 3 പേര് മാത്രമുള്ള ഒരു കൊച്ചു സെലിബ്രേഷൻ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇന്നത്തെ വ്ളോഗിലില്ല കേട്ടോ. നിശ്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നോർമൽ ഇതായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ തലേദിവസം കൽപ്പറ്റന്ന് ഞാൻ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു വന്നു. പിന്നെന്താ, ഞാൻ പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ കുറച്ച് നൈറ്റിൽ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ. നെയ്യപ്പത്തിനുള്ള മാവൊക്കെ കൂട്ടി വെച്ചു. ചോക്ലേറ്റിൻ്റെ പുഡിങ് ഉണ്ടാക്കി വെച്ചു. അതെല്ലാ പെരുന്നാളിലും പതിവുള്ളതാണ് കേട്ടോ. ഈ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ രാവിലെ തന്നെ മക്കൾ പുഡിങ് ചോദിച്ചുകൊണ്ട് വരും. എനിക്കതിപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ പെരുന്നാളിലും പുഡിങ് നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് എൻ്റെ ടയേർഡായിട്ടിൻ്റെ ഒരു ഒപ്പിക്കൽ മൈലാഞ്ചിടലും കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രാത്രി പതിവ് പോലെ എല്ലാ പ്രാവശ്യത്തെ പോലെ പ്രാവശ്യവും കിടന്നത് കേട്ടോ. പിന്നെ അത് പിറ്റേന്ന് മോർണിംഗ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഓരോ വിശേഷങ്ങൾ വീഡിയോയിലൂടെ തന്നെ കണ്ടോളൂ കേട്ടോ. പെരുന്നാളിന് കുളിക്കണമെന്ന് എനിക്കുന്ന ജീവിതം ലോകത്തിലൊരേ ഒരു വ്യക്തി. അത്രയും ഇഷ്ടം ബിച്ചിപ്പിക്ക് കുളിച്ചാനല്ലേ. മുറ്റടിക്കണത് കഴിഞ്ഞു. അപ്പം ഞാൻ ഉണ്ടാക്കിയിരുന്നത് ചിക്കൻ മന്തിയാണെന്ന് വെച്ചാൽ മന്തിയല്ല, കബ്സയാണെന്ന് വെച്ചാൽ കബ്സയല്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ് ഒരു ഐറ്റം ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എൻ്റെ മസാല അരയ്ക്കുന്നത് ഞാൻ ശരിക്കും വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് വേറൊന്നുമല്ല, കുറച്ചധികം വെളുത്തുള്ളി, പച്ചമുളക്, മല്ലി, പുതിന, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്ര മാഗി ക്യൂബ്, ഇത്ര സാധനങ്ങൾ ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് പിന്നെ ചെറുനാരങ്ങ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് വേവിക്കുക കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പ് എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു അബദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് സീനൂട്ടിയതായി ഇപ്പോൾ പോയിട്ട് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പോയിട്ട് വെക്കാനുള്ള അരി വാങ്ങിക്കൊണ്ടിരുന്നൊരു അവസ്ഥ കേട്ടോ. എന്താണെന്ന് ഞാൻ പറയാം. പെരുന്നാളായിട്ട് ഇന്ത്യ ഗേറ്റ് തന്നെ ചതിക്കൽ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനൊരു പാക്കറ്റ് ഇന്ത്യ ഗേറ്റിൻ്റെ എന്നൊക്കെ നല്ല അടിപൊളി റൈസ് ആയിരിക്കും എന്നൊക്കെ കരുതി പെരുന്നാളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാണ് ഞാൻ കേട്ടോ. ബാക്കി ഞാൻ പറയാം. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എല്ലാം സെറ്റപ്പുമായി അരി കഴുകി നോക്കിയപ്പോൾ അരി പൊട്ടിച്ച് നോക്കിയപ്പോൾ ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഇതാണ് അരി. ഇത് കണ്ടില്ലേ, ബസ്മതി റൈസൊക്കെ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. ഇത് ഫുൾ പൊടിഞ്ഞിട്ട് ഇത് വെക്കാൻ പറ്റില്ല. ഇത് വെച്ചാൽ നന്നാവില്ല എന്ന് തോന്നുന്നല്ല, ഉറപ്പാണ്. സാധാരണ ബസ്മതി അരി കുറച്ച് ലെങ്ത്തുള്ള അരി. അപ്പുറം ഇത് പിടിക്കും. ഒറിജിനൽ ബസ്മതി അരി ഞാൻ അവിടെ വാങ്ങിക്കാൻ രണ്ടാമത് ഞാൻ ഭാഗ്യത്തിന് എനിക്കൊരു കട തുറന്നിട്ടില്ലെങ്കിൽ പെരുന്നാളിന് വരുന്നവർക്ക് ചോറുണ്ടാവില്ല. ഇതാണ് ഇപ്പം ഞാൻ വാങ്ങിയ അരി കേട്ടോ. ഇവരെ ഈ ഒരു പാക്കറ്റ് അരി ഞാൻ കാണിച്ചുതരാം. നോക്കുക, ഇത് കണ്ടില്ലേ, ഇത് ശരിക്ക് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ അതുപോലെ ഉണ്ട്, ഫുൾ പൊടിഞ്ഞിട്ട്. ഇത് വെച്ച് കഴിഞ്ഞാലും ആ റൈസിന് ആ ക്വാളിറ്റി ഇങ്ങനെ പൊടിഞ്ഞിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പോഴാ മന്തി നേരത്തെ ഇട്ട മസാല കിടന്നിട്ട് ചിക്കൻ നല്ല വെന്തുണ്ട്. പിന്നെ അത് കോരിയെടുക്കണം. ഈ ഒരു ഗ്രേവി അതിൽ തന്നെ വെക്കണം കേട്ടോ. ഓരോന്ന് കോരിയെടുക്കണം. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ലെഗ് പീസ് കണ്ടാൽ അറിയാതെ അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയൊന്നുമില്ല, ഈ വെള്ളത്തിൽ തന്നെ പിന്നെ ഈ വെള്ളം കൂടെ കണക്കാക്കിയിട്ടുള്ള നമ്മൾ അരിക്കനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ല ഗ്രേവി കിടന്നിട്ട് ചിക്കൻ റൈസ് വേകുമ്പോൾ അടിപൊളി ഗ്രേവി കിടന്ന റൈസ് വന്നു കഴിഞ്ഞാൽ
എന്നിട്ട് നമ്മൾ മേലത് വെച്ച് സ്മോക്കി എഫക്റ്റ് കൂടെ കൊടുത്താൽ നമ്മുടെ കപ്സ മന്തി റെഡി. കപ്സ മന്തി ഓഫാക്കാം. തിളച്ച വെള്ളം ഇതിന് പണിയൊന്നുമില്ല. നമ്മൾ ആ ചിക്കൻ കോരിയെടുത്ത് അതിൻ്റെ ബാക്കിയുള്ള മസാലയിലേക്ക് ബാക്കി കൂടെ വെള്ളം അളന്ന് വെച്ച് പിന്നെന്താ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും ചേർത്ത് കൊടുക്കണേ, ബേ ലീഫും കൂടെ. എന്നിട്ട് അതിലേക്ക് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിയിട്ട് വേവിക്കുന്നു. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരൊറ്റ ടൊമാറ്റോ ഒന്ന് പേസ്റ്റാക്കി അതും കൂടെ ഒന്ന് വെച്ചിട്ടേ. അമ്പരിക്കും മുടി കെട്ടാലോ? അമ്പരിക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ചെറിയ രീതിയിലൊന്ന് മേക്കപ്പ് ചെയ്യാൻ കരുതി. പെരുന്നാളൊക്കെയല്ലേ, എന്തായാലും ഒരു വീഡിയോ എടുക്കല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് ഡെയിലി മേക്കപ്പ് ലുക്ക്. ഡെയിലി മീൻസ് സപ്പോസ് പുറത്ത് പോവുകയാണെങ്കിൽ മാത്രം. ഞാൻ ബേബി ക്രീം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞു കേട്ടോ. അത് എനിക്ക് പിഴിഞ്ഞെടുക്കാം. ജസ്റ്റ് ഇത്ര മാത്രം. ഈ പെണ്ണുങ്ങളെ മേക്കപ്പിനെ കുറിച്ച് ആണുങ്ങൾക്കുള്ളൊരു ധാരണ ഒരുമാതിരി ഒരുപാട് മറ്റേ പെയിൻ്റ് അടിക്കുന്ന പോലെ പുട്ടിയടിച്ച് വെക്കുക എന്നുള്ളൊരു ധാരണ. സംഭവം അതൊന്നല്ല കേട്ടോ. ഇത്ര എമൗണ്ടേ നമ്മൾ ആകെ ഫേസിൽ ഡെയിലി ബേസിസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് കേട്ടോ. സ്ട്രോക്ക് ക്രീമും പിന്നെ നമ്മളെ ബേബി ക്രീമും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പം കണ്ടോ ചെറിയൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടും. ഇങ്ങനെ ഫോണിലേക്ക് നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, കണ്ണാടിയിലേക്ക് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ സീറോ അടുത്ത കാജൽ. അടുത്തത് കളർ എസൻസിൻ്റെ കാജലാണ് കേട്ടോ. നല്ല ഡീപ്പ് ബ്ലാക്കാണ് അത് ഇടുന്നുണ്ട്. അപ്പോൾ കാജലിട്ടു. ഇത് അടിപൊളി കാജലാട്ടോ. ഇത് പിന്നെ നല്ല നല്ല ഡീപ്പ് ബ്ലാക്കാണ്. അപ്പോൾ എനിക്കൊരു സാധനം ഇടണമെന്നുണ്ട്, ഐലൈനർ. കൊളാവുമെന്നറിയാം. ഈ ഐലൈനർ ശരിക്കൊരു ഭാഗ്യപരീക്ഷണം കേട്ടോ. ചിലപ്പം ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ എന്നാലും ഞാൻ ഇട്ട് നോക്കട്ടെ, ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഐലൈനർ എനിക്ക് ഇവിടുന്ന് എഴുതിയാൽ ശരിയാവില്ല. ഞാൻ ഹാളിൽ വാഷ് ബേസിൻ്റെ അടുത്തുള്ളൊരു മിററുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഐലൈനർ എഴുതിയാൽ ശരിയാവുള്ളൂ. അപ്പോൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അടുത്തത് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ബ്ലൂ ഹെവൻ്റെ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. മീഷോ, ഫ്ലിപ്കാർട്ടിലെങ്ങാനും വാങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി തന്നെ ട്രൈ ചെയ്തു. വലിയ പ്രൊഫഷണലായിട്ടൊന്നും എഴുതാൻ എനിക്ക് അറിയില്ല കേട്ടോ. ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം. കണ്ടില്ല, എത്ര ഇവിടെ ഉള്ളൂ. എൻ്റെ ഐബ്രോയുടെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ടോ എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം ഞാനൊരു സ്കിൻ കെയറും ചെയ്യലില്ല, അതായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ കാസ്റ്റർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യലുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മളെ എന്ത് ഫീച്ചറാണെങ്കിലും നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ കെയർലെസ് ആയിട്ട് കഴിഞ്ഞാൽ
എല്ലാം ഒരു റെഡി ആവില്ല. അപ്പം നമ്മളെ ഐസാണെങ്കിലും നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ നന്നായിട്ട് എക്സസൈസ് ഉണ്ട് രാവിലെ ചെയ്യുന്നത്. അതൊക്കെ ചെയ്യുക, സ്കിൻ കെയർ ചെയ്യുക, ബോഡി കെയർ ചെയ്യുക. ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഏജിങ് പെട്ടെന്ന് നമ്മളെ പിടികൂടും. അപ്പോൾ അടുത്തത് മസ്കാര ഇട്ടു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലിപ്സ്റ്റിക് പിന്നെ വീട്ടിൽ നിൽക്കല്ലേ, എല്ലാം ഓവറാക്കേണ്ടത്. ജസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ബ്ലഡ് ലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ജസ്റ്റ് ഒന്ന് അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വിരലോണ്ട് സ്പ്രെഡ് ചെയ്യില്ലേ, അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള ഈ ഒരു സംഭവം ഞാൻ എപ്പോഴും അതുകൊണ്ടേ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ബ്ലെൻഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിലൊരു കിഡ്സ് എഫക്റ്റ് വരും. അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അതങ്ങനെ മുകളിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ അതൊക്കെ അടിപൊളിയായിട്ട് കിടന്നോളും. അപ്പോൾ നോ വേസ്റ്റേജ്. അപ്പം എൻ്റെ ഇത് മേക്കപ്പ് എങ്ങനെയുണ്ട്? അപ്പം ഈ ഒരു ടോപ്പാണ് നല്ല വീഡിയോ എടുത്തതിലുള്ള ഈ ഒരു ടോപ്പാണ് ഞാൻ നട്ടോ. അപ്പോൾ ഇനി നെച്ചിനെ വിളിക്കണം. പാവം അവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും. ഇന്നലെ രാത്രി 12 മണിക്ക് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു വെച്ചതാണ്. ഓ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ അതാ രാവിലെ ഇപ്പോൾ സമയം 9:30 മണി. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഇരിക്കുക. കുറേ ആൾ വന്നു പോയി, കുറേ കുട്ടികൾസൊക്കെ വന്നു, പുഡിങ്ങൊക്കെ കഴിച്ച് പോയി. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കണം, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ സിമിട്ടി ഞാനും കൂടെ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാനും സിമിട്ടിയും കൂടെ ഫുഡ് കഴിക്കാൻ പോകട്ടെ. കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞു. മന്തി റെഡി, ടീം റെഡി. സിമിട്ടി കയ്യിലെടുക്കും. അപ്പോൾ ഞങ്ങൾ ചോറ് വിളമ്പാൻ പോയപ്പോൾ സിനൂട്ടിൻ്റെ ഫേവറേറ്റ് മറന്നു വെക്കുണ്ടാക്കാം, തക്കാളി ചട്നി. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ചോറിനേക്കാളും ഇഷ്ടം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തക്കാളി, പച്ചമുളക്, പിന്നെ ഞാൻ വെറൈറ്റിക്ക് ഇച്ചിരി തൈര് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല. ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയിലയും കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. തൂമ്, അമ്മച്ചിൻ്റെ നാരങ്ങാച്ചാറ്, തക്കാളി ചട്നി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ എല്ലാവരെയും കോളൊക്കെ ചെയ്തത്. അപ്പോൾ താത്ത വിളിച്ചപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറേ പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഞാനൊന്നും ഇടുന്നില്ല, കാരണം ചില ആളുകൾ വിചാരിക്കും ഞാനിനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവരെ കോൾ ചെയ്തതെന്നൊക്കെ വിചാരിക്കും. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ എല്ലാവരും വിളിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. എനിക്ക് ഫോൺ എടുത്ത് ആരെങ്കിലും ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്ത് മടിയുള്ളൊരു കാര്യം കേട്ടോ.